ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടന്നിരിക്കുകയാണ്. ടോപ്പിക്കിന്റെ പേര് ലായനികൾ എന്നാണ്. ലായനികൾ. ഈ ലായനികൾ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് ന്യൂ SCERT-യിൽ നമുക്കൊരു 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. കൂടുതൽ ചാപ്റ്റേഴ്സും ചെറിയ ക്ലാസ്സുകളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോ 5th സ്റ്റാൻഡേർഡിലെ 3rd ലെസൺ ജലം നിത്യജീവിതത്തിൽ എന്ന ചാപ്റ്റർ, കൂടാതെ 6th സ്റ്റാൻഡേർഡിലെ പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ എന്ന ചാപ്റ്റർ, 8th സ്റ്റാൻഡേർഡിൽ ജലം എന്ന ലെസണും 9th സ്റ്റാൻഡേർഡിലെ ലായനികൾ എന്ന ലെസണും കൂടിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ള SCERT ലെസൺസ്. ഏകദേശം 4 SCERT ലെസൺസ് ആണ്. ഇതേ പേരിലൊക്കെ തന്നെയായിട്ട് നമുക്കൊരു 4-5 SCERT ചാപ്റ്റേഴ്സ് ഓൾഡ് SCERT ടെക്സ്റ്റ് പുസ്തകത്തിലും പഠിക്കാനായിട്ടുണ്ട്. നമ്മൾ ആദ്യം ന്യൂ SCERT ആണ് കവർ ചെയ്യുന്നത്. അഡീഷണൽ പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ റിവിഷൻ ടൈമിൽ ഞാൻ നിങ്ങളോട് ഓൾഡ് SCERT കൂടി വായിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അത് വായിച്ചെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, 2 ചാപ്റ്ററിലും മീൻസ് ഓൾഡിലും ന്യൂയിലും ഒരേ പോയിന്റുകളാണ് വരുന്നത്. എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജലം നിത്യജീവിതത്തിൽ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു കുട്ടി പറയാണ്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോ പുഴ എന്താണ് മറുപടി കൊടുത്തത്? ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. ചെറിയ ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു ക്ലാസ്സിലേക്ക് വരാം. ഇതാ നോക്കൂ, ജലത്തിന്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് ഏറ്റവും ആദ്യം ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ അവിടെ നോക്കിയേ, കുടിക്കാൻ എന്ന് പറഞ്ഞിട്ട് 2.5 to 3.5 ലിറ്റർ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അളവ് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. പിന്നെ ഒരു ശരാശരി മനുഷ്യന്റെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിയുടെ ആവശ്യങ്ങളാണ് പറയുന്നത്. അപ്പോ നോക്കാം. കുടിക്കാൻ 2.5 to 3.5 ലിറ്റേഴ്സ് ആണ് ഒരു വ്യക്തി യൂസ് ചെയ്യുന്നത്. പാത്രം കഴുകാൻ 6 to 8, ഭക്ഷണം പാചകം ചെയ്യാൻ 3 to 4, പിന്നെ വരുന്നത് കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ ഓഫ് വാട്ടർ, ശുചീകരണത്തിന് 50 ലിറ്റർ, മറ്റു ആവശ്യങ്ങൾക്ക് 30 ലിറ്റർ. ആകെ വേണ്ടുന്നത് 121 to 125 ലിറ്റർ വെള്ളമാണ് ഒരു വ്യക്തിക്ക് ഒരു ദിവസം വേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്താ ഇവിടെ വരുന്നതേ ഉള്ളൂ. നോക്കാം. ഈ ഒരു ഭാഗം വായിച്ചതിന് ശേഷം അങ്ങോട്ട് പോവാം. ജനസംഖ്യാ വർധനവിനും ജല മലിനീകരണത്തിന്റെ തോതിലുമുള്ള വർധനവ് കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഇനി ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുമുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്ക് വരാം. ഈ ഒരു ബോക്സിലെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് PSC മുൻപ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് PYQ ആണ് എന്നാലോചിച്ച് പഠിക്കുക കേട്ടോ. നമ്മുടെ പെൻ ടാബ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇന്ന് ക്ലാസ് ശ്രദ്ധിച്ച് കാണുമായിരിക്കും. നമ്മൾ ഇന്ന് ലാപ്ടോപ്പിലാണ് ക്ലാസ് എടുക്കുന്നത്. പെൻ ടാബ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, കയ്യിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പൊ അത് കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് കൂടി കുറയുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ നോക്കാം. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. എഴുതാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇന്ന് ഉണ്ട്. ഓക്കെ, പിന്നെ ഈ മൗസ് നമുക്കൊന്ന് വഴങ്ങി വരുവാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. തലച്ചോറിൽ ഒരു വ്യക്തിയുടെ തലച്ചോറിൽ ഏകദേശം 73%, അതായത് മനുഷ്യ ശരീരത്തിലെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് എന്ന് നമുക്കറിയാം അല്ലെ. മനുഷ്യ ശരീരത്തിലെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവാണ് ഈ തന്നിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ ഏകദേശ അളവാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തലച്ചോറിൽ ഏകദേശം 73% വാട്ടർ ആണ്. 73% വാട്ടർ. രക്തത്തിലാണല്ലേ ഏറ്റവും കൂടുതലുള്ളത്. 94% വാട്ടർ ആണ്. പിന്നെ വരുന്നത് വൃക്കകൾ 79% ആണ്. പേശികൾ 75% ആണ്. ഹൃദയത്തിലും പേശികളിലും സെയിം എമൗണ്ട് ആണ്, 35% ആണ്. ശ്വാസകോശത്തിൽ 83%, അസ്ഥികളിൽ 31%. എനിക്ക് തോന്നുന്നു ഓൾഡ് SCERT-യിൽ നമ്മൾ ഇത് പഠിക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ആ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ പെർസെൻറ്റേജിൽ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് രക്തത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടും എന്തുള്ളത് വാട്ടർ കാണുന്നത്. വാട്ടറിന്റെ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ളത് രക്തത്തിലാണ് കേട്ടോ. അപ്പൊ രക്തത്തിലെ ഈ ഒരു പെർസെൻറ്റേജ് നോക്കാം, 94% ആണ്. 94% ആണ് രക്തത്തിലുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം, മുൻപ് PSC ചോദിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഒരേ ക്വാണ്ടിറ്റി വരുന്നത് എവിടെയാണ്? 75% വരുന്നത് പേശികളിലും അതുപോലെ തന്നെ ഹൃദയത്തിലും 75% ആണ് കാണിച്ചിരിക്കുന്നത്. തലച്ചോറ് 73% ആണ്. തലച്ചോറ് 73% ആണ്. ഏറ്റവും കുറവ് വരുന്നത് അസ്ഥികളിലാണ്, 31% ആണ്. ഓൾഡ് എസിആർടിയിൽ ഇത് 25% ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പൊ തലച്ചോറ് 73%, ഏറ്റവും കൂടുതലുള്ള രക്തത്തിലാണ് 94% ആണ്. പിന്നെ തലച്ചോറിൽ 73% ഉണ്ട്. 73% ഒരേപോലെ വരുന്നത് ഹൃദയത്തിലും പേശികളിലുമാണ്. 75% എന്നാണ് കാണിച്ചിരിക്കുന്നത്. ശ്വാസകോശം 83% ആണെങ്കിൽ വൃക്കകളിൽ 79% ആണ്. അസ്ഥികളിൽ 31% ആണ്. ഇത് കുറച്ച് നമ്മൾ സമയം മെനക്കെടുത്തിയാണെങ്കിൽ ഇതൊന്ന് പഠിച്ചെടുക്കണം. ചോദിച്ചാൽ നമുക്ക് 1 മാർക്ക് കിട്ടുന്ന കാര്യമല്ലേ. ഓക്കെ, അപ്പൊ സ്കിപ്പ് ചെയ്ത് കളയണ്ട, നോക്കിയേക്കാം. ഇനി നമുക്ക് അടുത്ത ഒരു പേജിലേക്ക് വരാം. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ജലം എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. തലച്ചോറിൽ ഏകദേശം 73% ഉണ്ട്. രക്തത്തിൽ 94%. ഏറ്റവും കുറവ് അസ്ഥികളിലാണ്, 31% ആണ്. ഇനി ജലം സസ്യങ്ങളിൽ, ഈ ഭാഗത്തേക്ക് നോക്കിയേ. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? ജലം ആവശ്യമാണ്. അപ്പോൾ സസ്യങ്ങൾക്ക് എങ്ങനെയാണ് ജലം കൊണ്ട് എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? സസ്യങ്ങളിൽ ജലം നിർവഹിക്കുന്ന ധർമ്മങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? ആദ്യം, ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. അതുപോലെ തന്നെ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന്, ഇത് റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്ന ലവണങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് ഇലകളിൽ എത്തിക്കണം. അല്ലെ, ഇലകളിൽ എത്തിക്കുന്നതും എങ്ങനെയാണ്? ജലത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോ പ്രകാശ സംശ്ലേഷണത്തിനും ജലം ആവശ്യമാണ്. പിന്നെ സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിനും എന്ത് വേണം? ജലം വേണം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് വേണം? ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. 4 പോയിന്റാണ് പറഞ്ഞത്. സസ്യങ്ങളിൽ ജലം നിർവഹിക്കുന്ന ധർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, പ്രകാശ സംശ്ലേഷണത്തിന് ഓൾറെഡി വേണം. പിന്നെ അങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാവുന്ന ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വാട്ടർ വേണം. അതുപോലെ ഫോട്ടോസിന്തസിസ് പർപ്പസിന് വേണ്ടിയിട്ട് റൂട്ടിലൂടെ അബ്സോർബ് ചെയ്തെടുക്കുന്ന ലവണങ്ങൾ എവിടെ എത്തിക്കണം? ഇലകളിൽ എത്തിക്കണം. അതിനും എന്ത് വേണം? ജലത്തിന്റെ സഹായം വേണം. സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. ഇനി അടുത്തത് നിറവും ആകൃതിയും. ഇവിടെ എന്താണ്? നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കുന്നു. ശുദ്ധജലത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നോക്കാം. അപ്പോ ജലപരിശോധനാ റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതില് പരിശോധിച്ച ഘടകങ്ങൾ നിറം, മണം, ബാക്ടീരിയ. അപ്പൊ നിറം ഉണ്ടോ? ഇല്ല. മണം ഉണ്ടോ? ഇല്ല. ബാക്ടീരിയ ഉണ്ടോ? ഉണ്ട്. നോക്കിയേ. അപ്പോ ജലം വാട്ടർ ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് ആണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കാം, ജലത്തിന് ആകൃതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലെ അല്ലേ? ആണോ? അപ്പൊ ഡിഫറെന്റ് ഷേപ്പിലുള്ള പാത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ പാത്രങ്ങൾ നോക്കിയേ, പല ഷേപ്പിലുള്ള പാത്രങ്ങളാണ്. ഈ പാത്രങ്ങളുടെയൊക്കെ ഷേപ്പിനനുസരിച്ചായിരിക്കും ഇതിലെടുക്കുന്ന വാട്ടറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പല ആകൃതിയിലുള്ള പാത്രങ്ങളിൽ വെള്ളം എടുക്കുക. ജലത്തിന്റെ ആകൃതിയും പാത്രത്തിന്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. എന്ത് ബന്ധമാണുള്ളത്? ജലത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് അത് എടുക്കുന്ന പാത്രത്തിന്റെ ആകൃതി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നോക്കാം. മുങ്ങുന്നവയും മുങ്ങാത്തവയും. കണ്ടോ, കുട്ടികൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ തോണി കണ്ടല്ലോ. ചില വസ്തുക്കൾ എന്ത് ചെയ്യും? നമ്മൾ ജലത്തിലേക്ക് ഇടുമ്പോൾ അത് പൊങ്ങിക്കിടക്കും, ചിലതാണെങ്കിൽ താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പൊ കുറച്ച് എക്സ്പെരിമെന്റ് തന്നിട്ട്, കുറച്ച് ഐറ്റംസ് തന്നിട്ട് അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് ഇനി ലയിക്കുന്നതും ലയിക്കാത്തതും ആ ഒരു ഭാഗത്തേക്ക് വരാം. ജലത്തിൽ ലയിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ജലത്തിൽ ലയിക്കാത്തതായിട്ടുണ്ട് അല്ലെ. പഞ്ചസാര ജലത്തിലേക്ക് ഇടുന്നു, നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇളക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് ലയിച്ചു പോകുന്നുണ്ട്. കുറച്ച് മണലാണ് ഇടുന്നതെങ്കിൽ ലയിക്കുവോ? ഇല്ല. അപ്പൊ അങ്ങനെ വസ്തുക്കളെ തരംതിരിക്കാനായിട്ടും തന്നിട്ടുണ്ട്. പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വസ്തുക്കൾ വെച്ചിട്ട് അതിനെ ജലത്തിൽ ലയിക്കുന്നത് ഏത്, ജലത്തിൽ ലയിക്കാത്തത് ഏത് എന്ന് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബോക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് പഞ്ചസാര, ഉപ്പ്, പിന്നെന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അപ്പക്കാരം, പിന്നെന്താ? സോപ്പ് പൊടി, പിന്നെ ഏതാ ഉള്ളത്?
ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ജലത്തിൽ ലയിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ വിനാഗിരി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, പെട്രോൾ ഒന്നും എന്ത് ചെയ്യില്ല, ലയിക്കില്ല. തുരിശ് എന്ത് ചെയ്യും, ജലത്തിൽ ലയിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജലത്തിൽ ലയിക്കുന്നതും ലയിക്കാത്തതും ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്നും ആവശ്യമില്ല കേട്ടോ. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ ലയിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് കാണിച്ചിരിക്കുന്നുണ്ടോ. അതായത് ഒരു ഫിഷ് അവിടെ ശ്വസിക്കുന്നുണ്ട് അല്ലെ, ടാങ്കിൽ അവിടെ ശ്വസിക്കുന്നുണ്ട്. അപ്പൊ ആ അക്വേറിയത്തിലുള്ള മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? വാതകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ജലത്തിൽ ലയിക്കുന്നുണ്ട്. ഓക്സിജൻ ജലത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പൊ ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള ഓക്സിജൻ ആണ് ഈ അക്വേറിയത്തിലെ മത്സ്യങ്ങളൊക്കെ ശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്, സോഡ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലത്തിൽ ലയിപ്പിക്കുന്ന വാതകം ഏതാ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. അപ്പൊ സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ, സോഡാ കുപ്പി തുറക്കുമ്പോൾ ജലത്തിൽ ലയിച്ചു ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമായി പുറത്തേക്ക് പോവുകയാണ്. അതാണ് ഈ കുമിളകളുടെ രൂപത്തിൽ മുകളിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, സോഡ ഉണ്ടാക്കുന്നത്. അപ്പൊ സോഡാ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമായി പോകുന്നതാണ് ഈ കുമിളകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ലായനി എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ലായനി പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് നോക്കാം, എന്നിട്ട് അങ്ങോട്ട് വരാം കേട്ടോ. അപ്പൊ എക്സ്പെരിമെന്റ് എങ്ങനെയാന്ന് നോക്കിയേ. ഇത് കണ്ടോ, പഞ്ചസാര ലായനിയാണ്. അതിലെ ലീനം എന്ന് പറയുന്നത് എന്താണ്, പഞ്ചസാരയാണ്. ലീനം പഞ്ചസാര. ഇനി ലായകമാണെങ്കിൽ വെള്ളമാണ്. ഇനി നോക്കിയേ, സോഡയാണെങ്കിൽ എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടുത്തെ ലീനം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ലായകം എന്താണ്, ലായകം എന്ന് പറയുന്നത് വെള്ളമാണ്. ഓക്കെ, H2O ആണ്. ഇനി അടുത്തത്, ഇനി നമുക്ക് ഉപ്പ് ലായനി എടുക്കാം. ഉപ്പ് ലായനി ആണെങ്കിൽ എങ്ങനെയാണ്, ഉപ്പ് ലായനി ആണെങ്കിൽ ഇവിടെ ഓക്കെ നോക്കാം. ഉപ്പ് ലായനി ഉപ്പാണെങ്കിൽ നമുക്കിവിടെ ഉപ്പ് ലായനിയാണ്. ഉപ്പ് ലായനി നമുക്കറിയാം, അതിനകത്ത് ചേരുന്ന ലീനം ഏതായിരിക്കും, ഉപ്പായിരിക്കും. അതുപോലെ തന്നെ ലായകം എന്ന് പറയുന്നത് വാട്ടർ ആയിരിക്കും. ഓക്കെ, ഉപ്പും വാട്ടറും ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യം, നമുക്ക് അറിയുന്നതുമാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന മറ്റു വസ്തുക്കൾ കണ്ടെത്തിയിട്ട് നമ്മൾ പട്ടിക വിപുലീകരിക്കാനാണ് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതാ നമ്മളിവിടെ പറയാതെ പോയ ആ ഒരു ഡെഫിനിഷൻ അത് നമുക്കൊന്ന് പറഞ്ഞിട്ട് പോകാം. എന്താണ് ലായനി, ലീനം എന്നൊക്കെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് പോകാം. നോക്കിയേ, ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നാണ് പറയുന്നത്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. അപ്പൊ നോക്കിയേ, നമ്മുടെ പഞ്ചസാര ലായനി, ഈ പഞ്ചസാര ലായനിയിലെ ലയിച്ചു ചേരുന്നത് പഞ്ചസാരയാണ്. അപ്പൊ ഇതിലെ ലീനം എന്ന് പറയുന്നത് എന്താണ്, പഞ്ചസാരയാണ്. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു. ഓക്കെ, എന്തിലാണോ ലയിച്ചു ചേരുന്നത്, ഇപ്പൊ ഇവിടെ ലയിച്ചു ചേർന്നത് എന്തിലാണ്, വാട്ടറിലാണ് അല്ലെ. അപ്പൊ ആ വസ്തുവിനെ ലായകം എന്ന് പറയുന്നു. ഇപ്പൊ ജലം എന്താണ്, ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്, ലായകം അല്ലെങ്കിൽ സോൾവെന്റ്. കാരണം ഒട്ടുമിക്ക വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, ജലത്തിനുണ്ട്. അതുകൊണ്ട് ജലത്തിനെ എന്ത് പറയും, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയും. ഇനി ഈ ലീനവും ലായകവും കൂടി ലയിച്ചുണ്ടാവുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലായനി എന്ന് പറയുന്നത്. ലായനി എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിൽ മാത്രമായിരിക്കോ, അല്ല. സോളിഡ് സ്റ്റേറ്റിലുള്ള ലായനികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ബ്രോൺസ്, ബ്രാസ് ഒക്കെ നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാം, ലായനിയായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും, എന്തിലാണോ ലയിച്ചു ചേർന്നത് അതിനെ ലായകം എന്നും പറയും. ലീനം ലായകത്തിൽ ലയിച്ചു ചേരുന്നതാണ് ലായനി. ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി ഇവിടെ ചക്കപ്പശ, ടാറ് എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴുകിക്കഴിഞ്ഞാൽ നമുക്ക് പോകുമോ അത്, ഇല്ല. ചക്കയുടെ പശയും ടാറും ഒന്നും നമ്മുടെ കയ്യിൽ വെള്ളം ഒഴിച്ച് കഴുകിയാൽ അത് പോവില്ല. ചക്കപ്പശ, ടാർ എന്നിവ ജലത്തിൽ ലയിക്കില്ല എന്നാണ് പറഞ്ഞു വന്നത്. അതിനാൽ അത് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം, മണ്ണെണ്ണ, വെളിച്ചെണ്ണ പോലെയുള്ള വസ്തുക്കളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇനി ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. ജലത്തിന്
നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജലത്തിനെ എന്ത് പറയും? സാർവിക ലായകം എന്ന് പറയും. യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയും. ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ജലത്തിന്റെ ഈ ഒരു ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് അല്ലെ അലക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുളിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കുളിക്കാൻ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജലത്തിന്റെ ലായക ശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എക്സ്പെരിമെന്റ് ഒന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. കാരണം എക്സ്പെരിമെന്റ് ചെറിയ കുട്ടികൾക്കുള്ള എക്സ്പെരിമെന്റ് നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേണ്ടുന്നത് പോയിന്റുകളാണ്. ഓക്കെ, ഇനി ജലം പല രൂപത്തിൽ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇവിടെ കണ്ടോ, ഐസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഐസ് ആണ് തന്നിരിക്കുന്നത്. ഐസ് അല്പസമയം പുറത്തു വെച്ചാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്കറിയാം അല്ലെ. പരീക്ഷണത്തിലൂടെ കുട്ടികളോട് അത് കണ്ടെത്തി എഴുതാനായിട്ട് തന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ഭാഗത്ത് ജലം ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതൊക്കെയുണ്ട്. ഇനി നോക്കിക്കോളൂ കേട്ടോ. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ബാഷ്പീകരണം. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപറേഷൻ എന്ന് പറയുന്നുണ്ട്. ചൂടാക്കുമ്പോൾ ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നുണ്ട്. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം. നമ്മൾ പറഞ്ഞു വന്നത് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥം ഏതാണ്? ഏക പദാർത്ഥം? ജലമാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഒരു ഭാഗം ജലനിരപ്പിനെ കുറിച്ചാണ്. ജലനിരപ്പ് നോക്കാം. അതായത് ഈ ലെവൽ ട്യൂബ് ഇല്ലേ, ലെവൽ ട്യൂബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ ചെയ്യുന്നിടത്ത് കാണാം അല്ലെ, ഇതുപോലെ ഇങ്ങനെ വാട്ടർ ലെവൽ നോക്കുന്നത്. അപ്പൊ നോക്കിയേ, വിധാനം പാലിക്കുന്നു എന്നുള്ളത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. അതായത് നമ്മൾ ഈ വ്യവസായശാലകളിൽ നിയന്ത്രണമില്ലാതെ ജലം എടുക്കുന്നത് ആ ഒരു പ്രദേശത്തെ ജലത്തിന്റെ അളവ് കുറയ്ക്കും. അത് അനിയന്ത്രിതമായിട്ട് അവർ വെള്ളം കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തെ അല്ലെ ജലലഭ്യതയെ അത് വല്ലാതെ ബാധിക്കും. ആ ഭാഗത്തുണ്ടാകുന്ന കിണറുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജലാശയങ്ങൾ വറ്റുമ്പോൾ സമീപത്തെ വീടുകളിലെ അല്ലെ കിണറുകളും അതുപോലെയുള്ള വാട്ടർ സോഴ്സസ് പുഴകളിലെയും ഒക്കെ വെള്ളം എന്ത് ചെയ്യും? കുറയും. അപ്പോ നമ്മൾ പഠിക്കുന്ന ഈ ഒരു ഭാഗത്ത് പഠിക്കുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ജലം വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. ഓക്കെ, വിധാനം പാലിക്കുന്നു. വിധാനം എന്ന് വെച്ചാൽ ലെവൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, വാട്ടർ ലെവല്. വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വിധാനം പാലിക്കുന്നു. ജലം എന്ത് ചെയ്യുന്നു? വിധാനം പാലിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ജലസ്രോതസ്. നമുക്കറിയാം ജലസമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ജീവൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ജലസമൃദ്ധമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ഭൂമി. അതുകൊണ്ടാണ് അവിടെ ജീവൻ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ. ജലം മാത്രമല്ല, അവിടെ എന്തുണ്ട്? അന്തരീക്ഷം ഉള്ളതും ഇവിടെ മാത്രമാണ്. ഓക്സിജനും നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ ഒക്കെ ലഭിക്കുന്നു. ജലമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ ഒരു നമ്മുടെ ജീവൻ നിലനിൽക്കുന്നതിന് ഒരു പോസിബിലിറ്റി ആയിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കരയാണോ കടലാണോ? ഏറ്റവും കൂടുതൽ ഏതാണ്? കടലാണ് അല്ലെ. വലിയ അളവിൽ ലവണങ്ങൾ ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് കടൽ വെള്ളം നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്തത് ആണല്ലോ. ഓക്കെ, ഇനി ജലത്തുള്ളിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നോക്കാം. ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാകില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ബാഷ്പീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നീട് കണ്ടൻസേഷൻ നടന്ന് അല്ലെ, പിന്നീട് അവ തണുത്ത് മേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായി ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളിയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. നോക്കിയേ, ജലമലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യന്റെ പ്രവൃത്തികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കണ്ടോ. വ്യവസായശാലകളിൽ നിന്നും
മലിനജലം ഒഴുക്കുന്നത്. ഇതൊക്കെ എന്തിനാ കാരണമാണ്? നമ്മുടെ ഈ ഒരു പുഴകളും തോടുകളും ഒക്കെ മലിനമാവാനുള്ള കാരണമാണ്. ഇതാ എന്ത് ചെയ്യുന്നു? ഡ്രസ്സ് കഴുകുന്നു, കുളിക്കുന്നു, അതുപോലെ പശുക്കളെ കന്നുകാലികളെയൊക്കെ കുളിപ്പിക്കുന്നു. ഇതെല്ലാം എന്താണ്? ജലമലിനീകരണത്തിന് കാരണമാകുന്ന കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം നോക്കാം. കരുതി വെക്കാം നാളേക്ക്. എന്താണ്? മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ചു വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പാക്കാം. അതിനുവേണ്ടി നമുക്ക് മഴവെള്ള സംഭരണികളുണ്ട്. മഴവെള്ള സംഭരണികൾ, തടയണകൾ, കിണർ റീചാർജിങ് എന്ന് പറയുമ്പോൾ എന്താണത്? ഈ റൂഫ് ടോപ്പിൽ വീഴുന്ന മഴവെള്ളം ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുന്നു? കിണറിലേക്ക് കളക്ട് ചെയ്യുന്നത് കണ്ടോ? പിന്നെ കയ്യാലകൾ ഉണ്ടാക്കുക, തട്ടായിട്ട് നമ്മൾ കൃഷിഭൂമികൾക്കിടയിൽ കയ്യാലകൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്നുള്ള ഒരു മോറൽ കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ എൻഡ് ആവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ചാപ്റ്റർ നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയുള്ളത് 6th സ്റ്റാൻഡേർഡിലെ 5th ലെസൺ ആണ്, പദാർത്ഥങ്ങളുടെ കൂട്ടായ്മ. അത് നമുക്ക് തൊട്ടടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. നമ്മൾ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാനും ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എക്സാംസും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. റീസെന്റ് ആയിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് പേജ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കൂടി ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാത്തിന്റെയും ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം കേട്ടോ.